ഹലോ, ഗുഡ് മോർണിംഗ് ഗേയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കിന് ഇറങ്ങുകയാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. 6 മണി, കറക്റ്റ് 6 മണിയായിട്ടുണ്ട് സമയം. നമ്മൾ പഴയൊരു ടൈം മുതൽ സ്റ്റാർട്ടാവാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ റോട്ടിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പട്ടൊക്കെ താഴെ ചാടി കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ തട്ടിയേക്കണം എന്താ അറിയില്ല, മേലത്തതാണ്. എന്തായാലും തേങ്ങ ഒന്നും ചാടില്ല, ഒരു പ്രത്യേക ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് ആള്. അപ്പോൾ പട്ട ചാടിയിട്ടുണ്ട്, വണ്ടിയുമ്പോൾ തട്ടിയേക്കണം എന്താ അറിയില്ല. പരിക്കുകളൊന്നും കാണുവാനൊന്നുമില്ല. ഏതായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഞാൻ ഇന്നലെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാറ്റൊക്കെ ഫുൾ ക്ലീനാണ്, പക്ഷേങ്കിൽ കാര്യമല്ല, ഇന്ന് ഫുള്ള് ചളിയിൽ നിന്നായിരിക്കും ആൾക്കാർ കയറി വരിക. അപ്പോൾ ഏതായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ടാവട്ടെ. ഞാൻ എൻ്റെ കുട എടുത്തോണ്ട് ഒറ്റ കുട ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഊബർ ഓണാക്കാം. ഊബർ ഓണായിട്ടുണ്ട്. ഊബറിൻ്റെ വാലറ്റിൽ കൊടുക്കണ്ടോ, 258 മൈനസ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് കൊടുക്കാം. റാപ്പിഡോയും ഓണാക്കിയിട്ടുണ്ട്, യാത്രയും പാടെ ഓണാക്കാം. സമയം ഇപ്പോൾ 6:05 ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേന് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ആവുമോ നോക്കി നോക്കാം നമുക്ക്. അപ്പം നമ്മൾ ഏതായാലും നേരെ വണ്ടി എടുത്ത് നീങ്ങാം. നമുക്ക് നേരെ മുണ്ടമ്പാലം പോകാം. അവിടെ നമുക്കൊരു ചൂട്, നല്ല മഴയായിരുന്നു കേട്ടോ. ഇനി ഏതായാലും നമുക്ക് നീങ്ങാം. അപ്പോൾ മുണ്ടമ്പാലത്ത് പോയിട്ട് ചായ കുടിക്കാം. നല്ല മഴയായിരുന്നു, ഇപ്പോഴാണൊന്ന് ചോർന്നത്. റോട്ടിലേക്ക് കണ്ടോ, പെരുമഴ അന്നേരം രാത്രിയൊക്കെ. അപ്പോൾ ഏതായാലും ഇപ്പോൾ പോയിട്ട് നമ്മൾ ചൂട് ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഊബർ ഓണാണ്. അവിടെ എത്തുന്നത് വരെ നമ്മൾ സാധാരണ പോലെ തന്നെ ഓർഡർ ചെയ്യും, കുടിക്കും, ട്രിപ്പ് അടിച്ചാൽ മണ്ടും അങ്ങനെ. അപ്പോൾ ഏതായാലും ഇനി ട്രിപ്പ് അടിക്കട്ടെ. ചായക്കട എത്തട്ടെ ആദ്യം. നമ്മളെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കിലോമീറ്റർ എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ CNG അടിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റിലെന്ന്. അപ്പോൾ 700 എത്ര സംതിങ് ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. 27 കിലോമീറ്റർ ഓടി. അതിൽ 3 കട്ട പോയി. ബിയിൽ 131 കിടക്കണേ. അത് നമ്മളൊരു ദിവസം എത്ര ഓടുന്നത് അത് 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്രോള് 2 കട്ട ഉണ്ട്. ഊബർ, യാത്രി, റാപ്പിഡോ എല്ലാം ഓണാണ്. അപ്പം നമുക്ക് ചായ എടുക്കാം. ഇന്ന് എത്ര കിലോമീറ്റർ ഓടി, എത്ര രൂപയ്ക്ക് ഏൺ ചെയ്യാൻ നോക്കാം. നമ്മൾ ചായ എടുക്കുന്ന സമയത്ത് നമുക്കൊരു അഷ്ഫാക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, അഷ്ഫാക്ക്. അപ്പോൾ ആളിങ്ങനെ മെസ്സേജ് അയച്ചു, ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഐ ആം ഹിയർ, പ്ലീസ് കം എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോകാനുള്ള പരിപാടിയിലാണ്. ഫസ്റ്റത്തെ ട്രിപ്പാണ്. 3.8 കിലോമീറ്ററാണ് പിക്കപ്പ്, 8 മിനിറ്റ്. ഇത് കിടക്കുന്നത് പൂക്കാട്ടുപടിൻ്റെ ഏകദേശം ഭാഗത്ത്, തേവക്കൽ ജംഗ്ഷൻ്റെ അവിടെ. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റത്തെ ട്രിപ്പല്ലേ, രാവിലെയാണ്, 8 മിനിറ്റ് കൊണ്ട് പോയി പോരാന്ന് വിചാരിക്കാം. 240 രൂപയുടെ എന്തോ ഒരു ട്രിപ്പാണ് കടവന്തരക്ക്. ഏതായാലും പോയി ആളെ പിക്കട്ടെ. നമ്മളെ കസ്റ്റമർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വേഗം വരുമോ ചേട്ടാന്ന് ചോദിച്ചു. ഒരു മര്യാദയൊക്കെ ചോദിച്ചു. ചിലവരൊക്കെ കുറച്ച് ചൂടിൽ ചോദിക്കാറുണ്ട്. അതെന്ത് സംഭവം എന്നറിയോ, ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് വണ്ടി ആൾ കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ അതായിരിക്കും ഇത്ര ലോങ് പിക്കപ്പിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോന്നിട്ടുണ്ട്, കങ്ങരപ്പടി എത്താനായിട്ടുണ്ട്, 3.8 കിലോമീറ്റർ ഉണ്ട്, സമയം എടുക്കുന്നതാണ്. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഏതായാലും പോയി ആളെ പിക്കട്ടെ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഫസ്റ്റത്തെ ട്രിപ്പാണ്, നമുക്ക് നല്ല രീതിക്ക് തന്നെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കസ്റ്റമർ ഇറക്കിട്ടോ. അപ്പോൾ എന്താണ് നമ്മളെ കസ്റ്റമർ, നല്ല അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു. പിന്നെ മറ്റേനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല കേട്ടോ, കുറേ നേരമായിട്ട് പിക്കപ്പിനാവാതെ. 234 രൂപയാണ് നമുക്ക് ഇതിന് കിട്ടിയത്. 228 പേയ്മെൻറ്റ് നമ്മൾ വാങ്ങിയത്. 228 വാങ്ങി. 13.44 കിലോമീറ്റർ, 22 മിനിറ്റ്. പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആള് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇതൊരു ഡോക്ടറുടെ വീടാണ്. കാറുകൾ കാണുമ്പോൾ തന്നെ അറിയും, മുറ്റത്ത് 3 കാറ്. അപ്പോൾ ഈ ഡോക്ടർ LICയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ ഇവിടെ കൺസൾട്ടിങ് ഉണ്ട് വീട്ടിൽ. അപ്പോൾ ആളെന്തോ കാണാനായിട്ട് വന്നതാണ്. ഇയാളും എന്തോ ഒരു ഡോക്ടർ ബന്ധപ്പെട്ട എന്തോ ഒരാളൊക്കെയാണ്. അപ്പോൾ ഏതായാലും ആളിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. ഇയാൾക്ക് ഇവിടെ എന്നോട് ചോദിച്ചു, ബ്രോ 1 ഡേ ആയിട്ട് ഊബർ കിട്ടുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നുണ്ട്, ഹവർലി റെന്റിലായിട്ടുള്ളതുണ്ട്, ഇനി മറ്റേ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ പിന്നെ അങ്ങനെ അയാൾക്ക് പേഴ്സണലായിട്ട് കിട്ടണമെന്നെന്തോ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ ആരും ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും ഒരു ഡെയിലി ഒരു 3000-3500 ഡെയിലി ഏൺ ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ആ റേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടമായിരിക്കും. നമുക്ക് അതിൽ കുറച്ചെടുത്താൽ നമുക്കും നഷ്ടമായിരിക്കും. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പ് എടുക്കാവുന്ന ഊബർ ഓടുകയാണെന്നുണ്ടെങ്കിൽ 3000-3500 റുപ്യൊക്കെ ഓടാം. സംഭവം കിലോമീറ്റർ ആവുമായിരിക്കും, ഇയാൾ ചിലപ്പോൾ ഓട്ടം കുറവേക്കണം. പക്ഷെ നമ്മൾ ഓടാനാണല്ലോ വന്നിക്കണേ. അപ്പോൾ നമുക്ക് ഓടണം, പൈസ വേണം. അപ്പോൾ രണ്ടുപേർക്കും നഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ ആരും എടുക്കാൻ ചാൻസ് കുറവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3000-2500 ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആരെയൊക്കെ എടുക്കുമായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എടുക്കുമായിരുന്നു.
അപ്പൊ ഇത് പറഞ്ഞപ്പോ പിന്നെ ആളൊന്നും വല്ലാണ്ടൊന്നും സംസാരിച്ചില്ല. അതിന് നല്ലത് കുറഞ്ഞ റേറ്റിനൊന്നും എടുക്കാൻ പാടില്ല, കാരണം നമുക്ക് നഷ്ടമല്ലേ. നമ്മള് ഒരു 180 കിലോമീറ്റർ 200 കിലോമീറ്റർ ഒക്കെ അടുത്ത് ഓടുമ്പോഴത്തേന് നമുക്കൊരു 3000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. ഊബർ യാത്ര ഇങ്ങനത്തെ കാര്യങ്ങൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ പിക്കപ്പും ഊബറിന്റെ കമ്മീഷനൊക്കെ കൊടുത്താലും നമുക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. അപ്പൊ ഏതായാലും അത് വേണ്ട, കാരണം ആകെ 1, 2, 3, 4 സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളൂ. കൺഫേം ആയിട്ടില്ല. അമൃതയിൽ മാത്രമേ ഇപ്പൊ കൺഫേം ആയിട്ടുള്ളൂ. ബാക്കിയൊന്നും കൺഫേം ആയില്ല. ഏതായാലും ആളെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ കലൂര് സിഗ്നലിലാണ്. നമുക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്ക് പോവാം. ടൗൺ ഹാളിന്റെ സിഗ്നലിൽ എത്തിയപ്പോഴേ കറക്റ്റ് നമുക്കൊരു ട്രിപ്പ് അടിച്ച യാത്രയിൽ 150 രൂപ ഉള്ളൂ. 5 കിലോമീറ്റർ 5.80 കിലോമീറ്റർ എന്തുകൊണ്ട്. അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 1.9 കിലോമീറ്റർ ഉണ്ടായിരുന്നു, ഇനി 1.6 കിലോമീറ്റർ കൂടി ഉണ്ട് പിക്കപ്പ്. പിന്നെ അപ്പത്തിന് മെസ്സേജ് അയച്ചു, കം ഫാസ്റ്റ് പിക്കപ്പ് ചെയ്യുന്നോ അങ്ങനെ എന്തോ. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പോയി പിക്കപ്പ് ചെയ്യട്ടെ. രാത്രിന്റെ ആപ്പ് ആദ്യം നമുക്ക് ഓണാക്കാനൊരു മടി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് ട്രിപ്പും കുറവായിരുന്നു, പിന്നെ ഫോൺ നല്ല രീതിക്ക് തന്നെ ചൂടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചൂടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കേരള സവാരിയിലേക്ക് മാറിയപ്പോ എന്തെങ്കിലും അപ്ഡേറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്താ അറിയില്ല. എനിക്ക് മാത്രമല്ല കുറെ പേർക്ക് ആ ഫോണിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോൺ നല്ലോണം ചൂടാവും യാത്ര ഉണ്ടായി കഴിഞ്ഞാല്. ഇപ്പൊ ആ ഒരു പ്രശ്നം കാണുന്നില്ല. ഇനി ക്ലൈമറ്റിന്റെ പ്രശ്നം എന്താ അറിയില്ല, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. പിന്നെ ഇപ്പൊ ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ യാത്രന്റെ. ഏതാ സ്ഥലം എന്നറിയോ? നമ്മളെ മറൈൻ ഡ്രൈവിൽ ക്യൂൻസ് വേന്റെ അവിടെ ഉള്ള പ്രസ്റ്റേജ് ഫ്ലാറ്റ് ആണിത്. സെറ്റപ്പ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരു ബോട്ട് കിടക്കണേ. 153 രൂപയുടെ ട്രിപ്പായിരുന്നു. കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. ഊബർ ഞാൻ ഓഫ്ലൈനാണ് ആക്കിയത്, ടീ ബ്രേക്ക് ഇടാൻ മറന്നുപോയി. പിന്നെ അപ്പൊ ഞാൻ ഏതായാലും ഓൺലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ 234 രൂപ ഊബറിലോടി, 150 യാത്രയിലും. റാപ്പിഡോ ഒന്നും അടിച്ചിട്ടില്ലല്ലോ. റാപ്പിഡോ റീചാർജ് ചെയ്യണം. റാപ്പിഡോ നമ്മൾ ഓടിയിട്ടുണ്ടായിരുന്നില്ല. അല്ല, 1000 ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓടിയില്ല. അപ്പൊ ഏതായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 950 മീറ്ററും കൂടി ഉള്ള പിക്കപ്പ്. മറ്റേ നമ്മളെ വെല്ലിംഗ്ടൺ ഐലൻഡിക്കാണ്, ലക്ഷദ്വീപിന്റെ അവിടേക്ക് കയറുന്നവർക്ക്. എന്താ അറിയില്ല, അവിടേക്ക് ഷിപ്പ് കയറണ അവിടേക്കാണോന്ന് അറിയില്ല. ആ ഐലൻഡിക്കാണ് ഡ്രോപ്പ് ഉള്ളത്. ആളെ പോയി പിക്ക് ചെയ്യട്ടെ. ഇവിടെ യൂട്ടേൺ അടിക്കണം എന്നൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മള് ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് മറ്റേ ഒരു ഡ്രൈവിംഗ് സ്കൂളിലേക്കായിരുന്നു. A to Z ആയിരുന്നു. നമ്മളെ തൊപ്പമ്പടിക്ക് പോകുമ്പോൾ പഴയ ബ്രിഡ്ജിന്റെ അവിടെ ഒരു റൗണ്ട് ബോട്ട് ഉണ്ട്, അവിടെയാണ് ആ സ്കൂൾ വരുന്നത്. അപ്പൊ അവിടെ ഇറക്കി. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്കൊരു 3 കിലോമീറ്ററിൽ പിക്കപ്പ് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റേ നമ്മളെ പെരുമ്പടപ്പ് ഭാഗത്തു നിന്നാണ്. കച്ചേരിപ്പടിക്കൊക്കെയാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. 213 രൂപയും തോന്നുന്നുണ്ട് ഫെയർ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ സിഗ്നൽ റെഡ് ആണ്. ഇവിടുന്ന് റേറ്റ് തിരിഞ്ഞിട്ട് ഇനിയിപ്പോ 2.7 കിലോമീറ്ററും കൂടി ഉണ്ട്. നൗഫിയ, അത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും അത്, കച്ചേരിപ്പടി. അപ്പൊ ഏതായാലും ഇവിടെ എന്തോ കലാപരിപാടി നടക്കുന്നുണ്ട്. വീഡിയോ മാറ്റി പിടിക്കുക, അല്ലെ അതിന് തല്ലിട്ടു. അപ്പൊ ഏതായാലും ഞാൻ പിക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് പണി കിട്ടി കേസ്. 150 മീറ്ററും കൂടി ഉള്ളു ഇനി ആളെ പിക്ക് ചെയ്യാൻ. അപ്പൊ മുമ്പിലെ ലോറി ഉണ്ടായിരുന്നു. ആ ലോറി ഒരു കേബിൾ പൊട്ടിച്ച്. ഇനിയിപ്പോ ആ ലോറി പോണ കേബിളൊക്കെ മാറ്റിയിട്ട് അപ്പൊ പോവാനാ. ആളിവിടെ സൈഡില് കേബിളും എല്ലാം സൈഡിൽ ഇട്ടിട്ട് വല്ല എസ്കേപ്പ് അടിക്കാനുള്ള പരിപാടിയിലാണ്. ഏതായാലും ആള് പോട്ടെ, എന്നിട്ട് നമുക്കും പോവാം. ഇതെന്ത് കേബിളെന്നാവുക, പൊട്ടി കുഞ്ഞാടിയതാണ് തോന്നുന്നുണ്ട്. നമ്മള് ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. ആള് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരാളെ അഡ്മിറ്റ് ആക്കിക്കണം. അപ്പൊ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിനെ. അപ്പൊ ആളടുത്ത് നിൽക്കാൻ പോവാണ്. അപ്പൊ ഒരു ഫ്ലവർ ഒക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. സമയം 8:27 ആണ്. അപ്പൊ വന്ദേ ഭാരതിന്റെ സമയമാണ്. നല്ല ബ്ലോക്ക് ഉണ്ട്. ഞാൻ കസ്റ്റമറെ കുറെ വിളിച്ചു, പുറത്തേക്ക് വരാൻ പറ്റുമോ എന്നുള്ള രീതിക്ക്. ലഗേജ് ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കയറണമായിരിക്കും നല്ലത്. അപ്പൊ ആള് വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഒന്നുകൂടി വിളിച്ചോട്ടെ. ഹലോ, ആ നിങ്ങൾക്ക് ലഗേജ് ഉണ്ടോ? ആ ഓക്കെ ഓക്കെ, വരാം. അവർക്ക് ലഗേജ് ഉണ്ട്, ഞാൻ ലഗേജ് ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ചിലപ്പോ ഇനി വല്ല ഹാൻഡ് ബാഗ് ആയിരിക്കും, അതേക്ക് ചിലപ്പോ ലഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഇതുണ്ടോ, അതിപ്പോ അത്യാവശ്യം എനിക്ക് കയറി പോകുന്നുണ്ട്. വന്ദേ ഭാരത് പോയോന്ന് അറിയില്ല. ആ നിക്കുന്നതാണോ ആ റെഡ് കളറ്? അപ്പൊ വല്ലാണ്ട് വണ്ടി നീങ്ങി പോകുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇനി ഇവിടെ നിന്ന് കയറ്റാം. ലഗേജ് ഇല്ലാന്നുണ്ടെങ്കില് ഞാൻ ആ പുറത്തേക്ക് വരാൻ പറയില്ല. അവിടെ കണ്ടൊരു ശ്രീ ഒരു ഹോട്ടല്, വെജിറ്റേറിയൻ ഹോട്ടല്, അവിടുന്ന് പിക്ക് ചെയ്യാറുണ്ട് ഞാൻ. അപ്പൊ ഏതായാലും ഇപ്പൊ ഇനി ആളെ ഇവിടുന്ന് തന്നെ പിക്ക് ചെയ്യാം. അലീഷയാണ്, അലീഷ. എവിടേക്കാ ഡ്രോപ്പ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, കാരണം പെട്ടെന്ന് വന്നപ്പോ 156 രൂപയുടെ എന്തോ ട്രിപ്പാണ്. ഈ പോകുന്നത് നമ്മളെ ലാസ്റ്റ് കസ്റ്റമർ ആണ്. 3 ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ആസ്റ്റർ മെഡ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. 500 രൂപയുടെ ട്രിപ്പായിരുന്നു ഇപ്പൊ അടിച്ചത്. 500 രൂപയുടെ അല്ല, നമുക്ക് 305ഉം 500 ടോട്ടൽ ക്യാഷ് കളക്ട് ചെയ്തത്. 500 ക്രെഡിറ്റഡ്.
പക്ഷെങ്കിൽ ഇവിടെ എത്തിയപ്പോഴേ നെറ്റ്വർക്കിൻ്റെ എന്തോ ഇഷ്യൂ. അപ്പോൾ പിന്നെ 500 കാണിച്ചത്. അങ്ങനെ ആകുമ്പോൾ എന്താണോ എവിടുന്ന് മുതലാണ് നെറ്റ്വർക്ക് പോയത് അവിടെ വരെയുള്ള റേറ്റുള്ളൂ കാണിക്കുള്ളൂ. അങ്ങനെ വല്ല പ്രശ്നവും സംഭവിച്ചിരിക്കണോന്നറിയില്ല. 19 കിലോമീറ്റർ 305. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? 305 ഹരിക്കണം 19. കിലോമീറ്ററിന് 16 രൂപ വെച്ചിട്ടാണ് കിട്ടിയത്. നമുക്ക് ഈ ട്രിപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് 21 രൂപ വെച്ചിട്ട് എന്തോ കിലോമീറ്ററിന് കിട്ടുന്ന രീതിയിൽ 425 26 എത്ര രൂപയുടെ റാപ്പിഡോ അടിച്ചിരുന്നു. ഇതെന്താ ഇത് ടോള് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഒരു 3-4 കിലോമീറ്റർ കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അതിൽ പോന്നാൽ മതി. പക്ഷെ അതിൽ ഭയങ്കര ബ്ലോക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടെയ്നർ റോഡ് വഴി പോകുന്നത്. ഇനി ഇവിടുന്ന് നല്ല ട്രിപ്പ് അടിക്കുമോ നോക്കട്ടെ. ട്രിപ്പൊന്നും അടിച്ചില്ല കേട്ടോ. നമ്മൾ പാസ്റ്ററിൻ്റെ വെള്ളം ചാടുന്ന ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. ലാസ്റ്റ് എക്സിറ്റിൻ്റെ അവിടെ റാപ്പിഡോ യാത്രയൊക്കെ ഓണാക്കി നോക്കി. ട്രിപ്പൊന്നും അടിച്ചില്ല. അപ്പോൾ നമുക്ക് ആദ്യം മറ്റേ പള്ളുരുത്തിൻ്റെ അവിടെ നിന്ന് ട്രിപ്പ് അടിച്ചല്ലോ നോർത്തിലേക്ക് കച്ചേരിപ്പടി. അതൊരു പെണ്ണായിരുന്നു. അപ്പോൾ അവൾ കയറുമ്പോൾ തന്നെ ചോദിച്ചില്ല 500 ചേഞ്ച് ഉണ്ടാവുമോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഗൂഗിൾ പേ ഇല്ല ചോദിച്ചു. ഗൂഗിൾ പേ ഉണ്ട്, ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് ബാലൻസ് ഇട്ടല്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇത് ആദ്യമായിട്ടുള്ളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, തിരിച്ചിങ്ങോട്ട് ബാലൻസ് ഇടണേന്ന് പറഞ്ഞു. അത് ഓക്കെ, അത് നമുക്ക് ഇടാറുണ്ട്. പിന്നെ അവിടെ എത്താൻ നേരത്ത് അവരൊരു ഹോസ്പിറ്റലിലേക്കായിരുന്നു ഒരു പേഷ്യൻറ്റിനെ കാണാൻ. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ ഒരു പാട്ടി എന്നല്ല പറയാം തമിഴ്ത്തികൾക്ക് പൂ കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തിയൊരു പൂ വാങ്ങാനാണ് പറഞ്ഞു. അപ്പോൾ റോസാപ്പൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് പ്രപ്പോസൽ സീൻ ഉണ്ട് ചോദിച്ചു. അല്ല അത് അവിടെ കിടക്കുന്ന ആൾക്ക് പൂ ഭയങ്കര ഇഷ്ടമാണ്, അവിടെ പൂ വെക്കാനാണ്, മിന്നാന്ന് വാങ്ങിയത് വാടിയായിരുന്നു. എന്നിട്ട് അവിടെ എത്തിയിട്ട് 500 രൂപ വന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പേയ്മെന്റ് ഞാൻ ഗൂഗിൾ പേ എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞ് കുഴപ്പമില്ല നമ്പർ എഴുതിക്കോ അത് കിട്ടാൽ മതി, മറ്റേ നമ്പർ പറഞ്ഞാണ്ട് പോയി. അതിപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞെന്നാവോ. എന്നിട്ട് ബാക്കി 250 ഇടാണ്ട് അതിന് ആള് നമ്പർ തന്നിട്ട് പോയി. ഇട്ടുകൊടുത്തിട്ടോ, ക്യാഷ് ഇട്ടുകൊടുത്തു. പിന്നെ അങ്ങനെ ഒരു സംഭവം എനിക്കും ആദ്യമായിട്ടാണ്. ക്യാഷ് അങ്ങോട്ട് കൊടുക്കാണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. അത് ഇട്ട് കൊടുത്ത ഉടനെ നമുക്ക് നോർത്ത് നിന്ന് ഒരു ട്രിപ്പ് അടിച്ചു, വന്ദേ ഭാരതിന്റെ ട്രിപ്പ്. അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചു. ഈ ട്രിപ്പ് ആസ്റ്റർക്കുള്ള 300 രൂപയുടെ ട്രിപ്പ് അടിച്ച്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ എന്തോ ഫസ്റ്റ് ടൈം ആയിട്ട് എന്തോ വരിക, അവർക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. അപ്പോൾ ലൊക്കേഷനിൽ എത്തി ഈ ഊബർ വീണ്ടും ട്രിപ്പ് തരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഡ്രോപ്പ് ചെയ്യുന്ന ഏകദേശം ആ സൈഡിലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് തന്നെ ട്രിപ്പ് തരുന്നത്. അപ്പോൾ ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല, അവർക്ക് ലൊക്കേഷൻ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മറ്റേ. അപ്പോൾ എന്നോട് പറഞ്ഞു 100 മീറ്ററും കൂടി ഉണ്ട് പറഞ്ഞ്. അങ്ങനെ എൻ്റെ പൊന്നോ ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ട് 7 കിലോമീറ്റർ പിക്കപ്പ് അക്സെപ്റ്റ് ആവാതെ നിന്നാൽ മതിയെന്ന് റിക്വസ്റ്റ് മാച്ചിങ്ങിലാണ് നിൽക്കണത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് ആ 100 മീറ്റർ അതായി. ആൻ്റണി ശിവപ്പിഴലേന്ന് 7.6 കിലോമീറ്റർ പിക്കപ്പും 6.9 കിലോമീറ്റർ ഡ്രോപ്പും. നല്ല ലാഭ വിളിച്ച് പറയട്ടെ, അതൊന്നും വേണ്ട. 150 രൂപയുടെ ട്രിപ്പ്. അപ്പോൾ 14 കിലോമീറ്റർ ഉണ്ടാവും. 14 കിലോമീറ്റർ 150 റുപ്യ. ഒന്ന് നോക്കട്ടെ, ഒന്ന് വിളിച്ചു നോക്കട്ടെ. അത് മറ്റേ ഞാൻ ആളെ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയാൻ നിൽക്കായിരുന്നു. അപ്പോൾ ആൾ അത് ഓൾറെഡി ക്യാൻസൽ ആക്കിക്കണല്ലോ. അപ്പോൾ എന്താ എന്നോട് പറഞ്ഞു സമയം കൂടുതൽ കണ്ടുകൊണ്ട് ക്യാൻസൽ ചെയ്തിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോൾ യാത്രയിലോ റാപ്പിഡോയിലോ അങ്ങനെ ഇതിലാണ് പോകണമെന്ന് ചോദിച്ചു. എന്തോ വെച്ചാൽ അയാൾ ക്യാൻസൽ ചെയ്തെന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചീത്തൊന്നും പറയാൻ നിൽക്കണില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി എടുത്ത് ചെക്ക് ചെയ്യാൻ പറയാനായിരുന്നു. ഊബർ തന്നെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനി നമ്മളെ പ്രൊഫൈൽ കാണൂല. അപ്പോൾ വേറെ ഏതോ ആപ്ലിക്കേഷൻ വഴി ആയിരിക്കും ചിലപ്പോൾ പിന്നീട് ബുക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒന്നും കൂടി ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മര്യാദ രീതിയിൽ. അത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വെച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അത് ക്യാൻസൽ ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വേറെ വഴിയുണ്ട്. 7 അത് നഷ്ടമായിരിക്കും. 7 കിലോമീറ്റർ പോയിട്ട് അവിടെ പോയി നിൽക്കണം. നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് ചാർജ് പോയിൻ്റെ പൈസ അത് 15 രൂപ 20 രൂപ കിട്ടുള്ളൂ. അത് നഷ്ടമാണ്. എന്നിട്ട് ക്യാൻസൽ ചെയ്താൽ നമ്മൾ ക്യാൻസലേഷൻ റേറ്റ് വരില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻസലേഷൻ റേറ്റ് അല്ലല്ലേ ഒന്ന് വന്നപ്പോൾ എന്താ കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇയാൾ ക്യാൻസൽ ചെയ്യുമെന്ന് നോക്കട്ടെ, അതായിരിക്കും നല്ലത്. ആള് എന്തൊരു നുണയെ പറയുന്നതെന്നോ. അപ്പോൾ ആളെന്താന്നോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെ ആപ്ലിക്കേഷൻ വെച്ച് പോയിക്കാണ്. റേറ്റ് കുറവ് എന്തെങ്കിലും കണ്ടപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് പോയതായിരിക്കും. എന്നാൽ പിന്നെ ആൾക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്തുകൂടെ, നമ്മളെ വെറുതെ ബുദ്ധിമുട്ടിക്ക് പോവാത്തത് നന്നായി 7 കിലോമീറ്റർ പിക്കപ്പിലൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വിളിച്ചിട്ട് ആൾ ഇങ്ങനെ പറയുന്നത്. ഞാനൊരു പരിപാടി ചെയ്തു, ഞാൻ മലയാളത്തിൽ എഴുതിയിട്ട് വിട്ടു മെസ്സേജ്, ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ക്യാഷ് പോകും അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. 1 മിനിറ്റ് തികച്ചായില്ല, ആ മെസ്സേജ് ആൾ കാണുകയും ചെയ്ത് ക്യാൻസൽ ചെയ്യുകയും ചെയ്ത്. എന്തൊരു കഷ്ടം, ക്യാഷ് പോകുന്ന പറഞ്ഞപ്പോൾ വേഗം ക്യാൻസൽ ചെയ്തിക്കുക. ഏതായാലും ക്യാൻസലായി കിട്ടി.
അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 300 രൂപയുടെ 304 രൂപയുണ്ട് ഫെയർ. അപ്പോൾ ഞാൻ ചേരാനല്ലൂർ ജംഗ്ഷനിൽ നിന്ന് കുന്നുംപുറം ജംഗ്ഷനിലേക്ക് ഇങ്ങനെ പോവായിരുന്നു ചായ കുടിക്കാനായിട്ട്. അവിടെ ഒരു കടയിൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുന്നുംപുറം എത്തിയ ഉടനെ ഞാനൊരു കോളിങ്ങിലായിരുന്നു. അപ്പോൾ ഇതിൽ ട്രിപ്പ് വരുന്ന സൗണ്ട് കേട്ടിട്ടില്ല. മേലെ എന്തോ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നോക്കുമ്പോൾ ട്രിപ്പായിട്ടാണ് വന്നിരിക്കണേ, മാച്ചല്ല. അക്സെപ്റ്റ് റേറ്റ് ഇപ്പോൾ തന്നെ പോയാൽ നമ്മളെ. അപ്പോൾ 300 രൂപയുടെ. അപ്പോൾ ഡ്രോപ്പ് കൊടുക്കാമെന്നൊന്നും ഞാൻ നോക്കിയില്ല, നോക്കാൻ പറ്റിയില്ല. ബ്രൈറ്റ്നസ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും കണ്ടില്ല. അപ്പോൾ തന്നെ ട്രിപ്പ് കഴിയാനായിട്ടുണ്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്യുന്ന സമയം. അപ്പോൾ വേഗം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് പാതാളത്തേക്കാന്നാവാം. എന്തായാലും പിക്ക് ചെയ്യട്ടെ. ഇവിടെ കറക്റ്റ് ചേരാൻ നല്ലൊരു സിഗ്നലിലാണ്, കറക്റ്റ് ആ റൗണ്ടിലാണ് നിൽക്കുന്ന ആള്. അപ്പോൾ നമ്മളെ 304 രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് ഇൻഫോ പാർക്കിലേക്കായിരുന്നു ഫേസ് 2 കാക്കനാട്. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയത് 289 രൂപ. 304 വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എത്ര 15 രൂപ ടാക്സ് പോയില്ലേ. 16 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഡിസ്റ്റൻസ്. 38 മിനിറ്റ് കൊണ്ട് എത്തി. 289. മറ്റേത് ക്യാൻസലായി, 0 പേയ്മെൻ്റ് ആണ്. പിന്നെ 1357 രൂപയായി. സമയം 10:41. 6 ട്രിപ്പ്. പിന്നെ യാത്രയിലൊരു ട്രിപ്പ് ഉണ്ട്. ഫസ്റ്റ് രാവിലത്തെ 153. പിന്നെ റാപ്പിഡോയിൽ ഒന്നും അടിച്ചിട്ടില്ല, 0 ആണ്. അപ്പോൾ ഇനി അടുത്തത് അടിക്കട്ടെ. ഫേസ് 2 ഒന്ന് അടിക്കോ? ഫേസ് 2 ഒന്നും അടിക്കൂല. അപ്പോൾ ഇനി ചായ കുടിക്കണം. നമുക്ക് ഇൻഫോ പാർക്ക് ഫേസ് 1 അവിടുത്തെ നമ്മളെ എക്സ്പ്രസ് വേത്തെ ചായക്കടയിൽ പോവാം. അവിടേക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുത്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചായക്കടൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, എക്സ്പ്രസ് വേയിൽ. അപ്പോൾ നമുക്ക് ഒക്കെ ഓഫ് ചെയ്യാം. എന്നിട്ട് ഫോൺ എന്തോ ഒരു അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ട്, ഫോണിൻ്റെ അപ്ഡേഷന്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജും വരുന്നുണ്ട്. അപ്പോൾ ചായ കുടിക്കുന്ന ഗ്യാപ്പിൽ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫോൺ റീസ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചധികം ട്രിപ്പ് അടിച്ചാലോ. അപ്പോൾ ഏതായാലും ചായ അടിച്ചിട്ട് വരാം. പെയ്തു മക്കളെ, പെയ്തു, മഴ പെയ്തു. ഓ എന്താ കാറ്റ്, എന്താ മഴ. പൊളിഞ്ഞാടോ, സീനാവോ. നമ്മൾ നേരത്തെ ഒരു ട്രിപ്പ് അടിച്ചു, അല്ല അതിന് ശേഷം പിന്നെ അടിച്ചിട്ടില്ല. ഒരു മാച്ച് അടിച്ചു, 2 കിലോമീറ്റർ പിക്കപ്പും 3 കിലോമീറ്റർ ഡ്രോപ്പും. ഞാൻ എടുത്ത് കിട്ടിയില്ല അത്. ഓ പെരുമഴ. കുറേ സമയത്തിന് ശേഷം നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 1:29 ആയിട്ടുണ്ട് സമയം, 1 മണിയായി. 650 മീറ്റർ അപ്പുറത്ത് നിന്ന് ഇൻഫോ പാർക്കിലേക്കാണ്. 130 രൂപയുടെ എന്തോ ട്രിപ്പാണ് ഇൻഫോ പാർക്കിലേക്ക്, 3 കിലോമീറ്റർ. അപ്പോൾ ഏതായാലും പോയി പിക്ക് ചെയ്യട്ടെ ആദ്യം ആളെ. ഗോപികയാണ്, ഗോപിക. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഇതുവഴി നമ്മൾ രാവിലെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇൻഫോ പാർക്ക് വേൾഡ് ട്രേഡാണത്. അപ്പോൾ അതൊരു ചെറിയ ട്രിപ്പായിരുന്നു, 150യുടെ ഒരു ട്രിപ്പായിരുന്നു. 116 രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ട്രിപ്പ് അവർ പിക്ക് ചെയ്തതിന് ശേഷം വണ്ടി ഓടിക്കണ സമയത്ത് ഒരു ചെറിയ ഗേറ്റിൻ്റെ അവിടെ തിരിച്ചപ്പോൾ അടി എന്തോ തട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത് പറ്റും നോക്കട്ടെ. ചെറുതായിട്ടൊന്ന് അരുതിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ചെറിയ തട്ടിൽ തട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല വെയിറ്റ് ഇല്ല ആൾക്കാരായതുകൊണ്ട് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് നെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഇവിടെ ആംബിയൻസിൻ്റെ അവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ ലോറിൻ്റെ ബാക്കിലാണ് ആംബിയൻസ് കിടക്കുന്നത്. അവിടെ ഒരു അറേബ്യൻ പാലസ് ഉണ്ട്. അവിടുന്ന് ഇൻഫോ പാർക്കിലേക്ക് 100 രൂപ. ഈ പേര് നോക്കുകയാണെങ്കിൽ ഇതെന്താ, കിറുബക്കരെന്നോ അതോ കിറുബാക്കരെന്നോ, ഒരു വെറൈറ്റി പേര് അല്ലേ. ഏതായാലും പോയി ആളെ പിക്കട്ടെ. ഈ ലോറിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ആള്. നമ്മളെ 100 രൂപയുടെ കസ്റ്റമേഴ്സ് ഇട്ടപ്പോൾ വന്ന് കറക്റ്റ് 4 പേരുണ്ടായിരുന്നു. 99 രൂപ, 99.91, 1514 രൂപക്ക് ഓടിയുണ്ട് ഇപ്പോൾ. അപ്പോൾ ലുലു സൈബർ ടവറാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ട് നേരെ എടച്ചിറ പോവാം. പണ്ടൊക്കെ നമ്മൾ ഇൻഫോ പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എടച്ചിറ ഗ്രൗണ്ടിൽ പോയിട്ട് നിൽക്കലുണ്ടായിന്. ഇപ്പോൾ ഫുള്ള് ആംബിയൻസിൻ്റെ അവിടേക്കാണ് പോണത്. അവിടുത്തെ ഒരു ട്രിനിറ്റും വേൾഡും മനസ്സിൽ കണ്ടുകൊണ്ടാണ് പോണത്. പക്ഷേ ഇതിലിപ്പോൾ ഇന്ന് 3 വട്ടം പോയി അവിടേക്ക്, ആംബിയൻസിൻ്റെ അവിടേക്ക്. ഇനി നമുക്കൊരു എടച്ചിറ ഭാഗത്തേക്ക് പോവാം. എടച്ചിറ ഗ്രൗണ്ടിൽ കൊണ്ടിടാം. അവിടെയുണ്ട് ഒരു 3-4 ഫ്ലാറ്റുകൾ. അപ്പോൾ ഏതായാലും ട്രിപ്പില്ല. ആ രാവിലെ കുറച്ച് നല്ല ട്രിപ്പ് അടിച്ചെന്നല്ലാണ്ട് പിന്നെ ട്രിപ്പില്ല. പിന്നെ നമ്മൾ കുറേ പോസ്റ്റാണ്. അപ്പോൾ നമ്മളെ മൂസിന് രാവിലെ അല്ല 10 മണിക്ക് എന്തോ ഇറങ്ങിയിട്ട് ട്രിപ്പ് അടിക്കണില്ല. പിന്നെ നിർത്തി പോയി, നാട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് തീരെ ഓട്ടമില്ല. അപ്പം ഇനി ഏതായാലും ഓട്ടമില്ല. അപ്പം ഇനി കാണാത്ത സ്ഥലങ്ങളിലേക്ക് പോവാം, എടച്ചിറ ഗ്രൗണ്ടിലേക്ക് പോവാം. നമുക്ക് ഒരു റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 350 എത്രയുണ്ട്. ആദ്യം റാപ്പിഡോയിലൊന്നും അടിച്ചു 200-ൻ്റെ, അത് കിട്ടിയില്ല. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് അടിച്ചത്. അപ്പോൾ ഇതെന്താ സംഭവം ചോദിച്ചാൽ, പിന്നെ വേറെ ആരും എടുത്തിട്ട് ക്യാൻസൽ ചെയ്ത ട്രിപ്പാന്ന് തോന്നുന്നുണ്ട്, ഒരു സംശയം. കാരണം എന്താ വെച്ചാൽ ട്രിപ്പ് അക്സെപ്റ്റ് ആയ ഉടനെ അയാൾ അറിയോ കമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പ് ഇപ്പോഴും അടിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, വണ്ടി ഓടിക്കണം. ചിലപ്പോൾ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ റോഡ് ക്രോസ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികൾ. ഇതൊന്നും ഇവർ ചിന്തിക്കണില്ലാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ചിലപ്പോൾ വേറെ ആരെങ്കിലും എടുത്തിട്ട് കുറേ സമയമായിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ അയാള് വണ്ടി മാറിയത് അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇപ്പോഴും പഴയ വണ്ടി തന്നെ ആയിരിക്കും എന്നുള്ള ചിന്തയിലായിരിക്കും ചിലപ്പോൾ പോന്നിട്ടില്ലേ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവാം. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോയി അവിടെ നിന്ന് ഇറങ്ങി. ആളടുത്ത് എത്താനായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള പിക്കപ്പ് ആദ്യമായിട്ടാണ്, അടച്ചറ ഈ ഭാഗത്തു നിന്നുള്ള പിക്കപ്പ്. ഏതായാലും പോയി ആളെ പിക്ക് ചെയ്യട്ടെ. 300 എത്ര ഉണ്ട്, എന്തായാലും ഒരു 15 കിലോമീറ്ററോളം ഉണ്ടാവും ഡ്രോപ്പ്. അത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ഈ നിൽക്കുന്ന ബായിമാരാണ്. ഓ, അടുത്ത ട്രിപ്പ് റാപ്പിഡോ റോയിന് 950 മീറ്ററിൽ പിക്കപ്പ്. ഇവിടെ അല്ലേ, സൗത്തിലല്ല. ചെറിയ ട്രിപ്പാണ്, 120 രൂപയുടെ ട്രിപ്പാണ്. ചെന്ന് നോക്കട്ടെ. മറ്റേതിന് 354 രൂപ കിട്ടിട്ടോ. അപ്പോൾ ഈ കൊടുന്ന ട്രിപ്പിന് നമുക്ക് കിട്ടിയ റേറ്റ് അത് കാണുന്നില്ല. ഇത് ഹോം പേജ് ആവണം. ഈ ട്രിപ്പ് കഴിയണം, അപ്പോഴേ കാണുള്ളൂ. ഏതായാലും ഊബറിൽ യാത്രയിൽ ട്രിപ്പ് അടിച്ചിട്ടില്ല സൗത്തിൽ വന്നിട്ട്. അപ്പോൾ ഏതായാലും ഇത് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യട്ടെ. റോയ്. അങ്ങനെ നമ്മളെ 124 രൂപയുടെ ട്രിപ്പിൻ്റെ കസ്റ്റമേഴ്സാണിത്. അങ്ങനെ അതും കഴിഞ്ഞു. എന്തോ ഒരു ഓഫീസാണ്, കുറച്ചുള്ളിലാണ്, കടവന്ത്ര ജംഗ്ഷനിലാണ്. ഏതായാലും ഇനി പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ബാക്കിൽ എന്തെങ്കിലും ഉണ്ട്. നമ്മളെ ക്യാമറക്ക് ചെറിയൊരു ചെരിവുണ്ട്. പണ്ട് നമ്മളൊരു കസ്റ്റമർ ക്യാമറ ഡിക്കാണ് എഴുതാണ്ട് കീറി പൊട്ടിച്ചു പോകണം. അപ്പോൾ അയക്ക് നോക്കാൻ പാടില്ല. സൈഡ് മിറർ നോക്കാൻ കയറ്റുക. ബാക്കിൽ എന്തെങ്കിലും ഡയറക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാന്നല്ലാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഏതായാലും നമ്മളെ ചെറിയൊരു കണ്ണാടി വെച്ചോണ്ടേ നമുക്ക് നല്ല ഉപകാരം. കണ്ടോ, കറക്റ്റ് പോസ്റ്റിന്റെ അടിഭാഗം കാണുന്നുണ്ടോ? മറ്റേതിലെ കാണൂല. അതാണ് ഈ കണ്ണാടിനെ കൊണ്ടുള്ള ഒരു ഉപകാരം. ഇതിനും തന്നെ ഈ ടയറിന്റെ ഈ ഭാഗം കാണാൻ കഴിയും. കുറെ ആൾക്കാർ എന്താണ് അതിന്റെ ഉപകാരം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ഉപകാരം. കണ്ട, കറക്റ്റ് കിട്ടുക കോണ്. എന്തായാലും ഇനി പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഇതുണ്ടോ, ഇത് എവിടേക്കോ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്, വേക്കിലാരോ വന്ന്. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഊബർ ഓണാക്കാം. 4:28 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഫോൺ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്തോ അപ്ഡേഷൻ്റെ എന്തോ ഒരു റീസ്റ്റാർട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊബർ ഓണാക്കിയിട്ടുണ്ട്. 1554 രൂപക്ക് ഊബർ ഓടി. റാപ്പിഡോയിൽ 498. അപ്പോൾ ഏകദേശം ടോട്ടൽ 2000 രൂപയായി. റാപ്പിഡോ ഓണായിട്ടുണ്ട്. ഇനി യാത്രി ഓണാക്കാം. യാത്രിയും ഓണായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിടാം. വണ്ടി ഇങ്ങനെ എടുത്തപ്പോഴാണ് ആലോചിച്ചത്, CNG ഇല്ല. CNG 2 വട്ടമേ ഉള്ളൂ. 139 കിലോമീറ്റർ ഓടി പഴയ CNGയിൽ. അപ്പോൾ ഇവിടെ ജനതാ പമ്പ് കയറിയിട്ട് CNG അടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഏതൊക്കെ ചില പമ്പുകളിൽ CNG ഇല്ല എന്നൊക്കെ പറഞ്ഞു അജിത്ത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ ജനതൻ്റെ അടുത്താണല്ലോ. അപ്പോൾ ഏതായാലും ഇവിടെ കയറിയിട്ട് CNG അടിക്കാം. ഊബർ ഓഫ് ചെയ്തിട്ടില്ല. ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, പമ്പിലാണെന്ന് പറയാം. ഓക്കെ, ഏതായാലും ഇപ്പോൾ ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല. എന്താ ചേട്ടാ, ഇതുവരെ ഇവിടെ നിർത്തിയിട്ടാണ്ട് ഇപ്പോൾ കയറി പോവാ. വണ്ടി വരുന്നുണ്ടോ ഇല്ലെന്നൊന്നും നോക്കൂല, ഒറ്റ പോക്കേക്കണം. അതല്ല കേട്ടോ, നമ്മളെ CNGൻ്റെ കണക്ക് ഇതാണ്. 167 കിലോമീറ്റർ ഉണ്ട്. മറ്റേത് ഇന്ന് എത്ര ഓടി എന്നുള്ള കിലോമീറ്ററാണ് 130. അപ്പോൾ ഇത് ഏതായാലും 0 ആക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോ CNGൻ്റെ കുറ്റി, ഇത്രയല്ലേ ഉള്ളൂ, ഒരു 5 മീറ്റർ. അത് കുഴപ്പമില്ല. അപ്പോൾ ഇനി CNG അടിക്കണം. 2 കട്ടയും പാടുണ്ട്. അപ്പം 160 അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇനിയും ഉണ്ടല്ലോ 2 കട്ട. അപ്പോൾ ഏതായാലും ഇനി CNG അടിച്ചിട്ട് കാണാം. അപ്പോൾ ഫുൾ ടാങ്ക് CNG ആയിട്ടുണ്ട്. 605 രൂപയാണ് ആയത്. അപ്പോൾ ഇനി കുറച്ച് എയറും പാട് അടിക്കാം. എയറും പാട് അടിച്ചിട്ട്, സാധനം ഓണാണ്, ഇതുവരെ അടിച്ചിട്ടില്ല, കുറച്ച് എയർ അടിക്കട്ടെ. സമയം 6:55 ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരമായി ഓഫ് ചെയ്തിട്ട്, ഒരു അരമണിക്കൂറായി. നമുക്ക് അവിടുന്ന് ഒരു മരോട്ടിച്ചോടിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 185 രൂപയുടെ. അത് കഴിഞ്ഞപ്പോൾ ഒരു 245 നമ്മളെ ഇൻഫോ പാർക്കിൻ്റെ അവിടെ കരിമുകൾ ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചായക്കട ഉണ്ട്. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കാക്കനാട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായി. ഒരു 8 മണിയാകുമ്പോൾ ഓണാക്കാന്നുള്ള രീതിയിൽ വെച്ചിക്കാണ്. ഇപ്പോൾ ടോട്ടൽ 2005 ആയിട്ടുണ്ട് ഊബറിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ നിർത്തുകയാണ്. സമയം 8:56 ആയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് 8:02 ആയപ്പോൾ നമ്മൾ ഊബർ ഓണാക്കി. എല്ലാം ഓണാക്കാൻ നിൽക്കായിരുന്നു. ഫസ്റ്റ് ഊബർ ഓണാക്കി. ആ ഊബർ ഓണാക്കുന്ന സമയത്ത് തന്നെ ഞാൻ ബ്ലോക്കൊക്കെ മാറിയിട്ടുണ്ടാവുന്ന വിചാരിച്ചു. ഒരു 318 രൂപയുടെ ട്രിപ്പ് അടിച്ചു മറൈൻ ഡ്രൈവിലേക്ക്. 50 മിനിറ്റാണ് കണ്ടത്, 1 മണിക്കൂർ. അപ്പോൾ ബ്ലോക്ക് മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് പോകേണ്ട എഴുതിയിട്ട് നിൽക്കുമ്പോഴത്തിന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തിന് അത് ക്യാൻസൽ ചെയ്തു. പിക്ക് ചെയ്യാനൊരു 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതും ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് സമയം കൂടുതലുണ്ടപ്പോൾ ആൾ ക്യാൻസൽ ചെയ്ത്. അപ്പം തന്നെ ഞാൻ വേഗം ഊബർ ഓഫ് ചെയ്ത് റാപ്പിഡോ ഓണാക്കി. റാപ്പിഡോയിൽ ഒരു 114 രൂപക്ക് ട്രിപ്പ് അടിച്ചു. ഇൻഫോ പാർക്ക് ഫേസ് 2 ഫേസ് 1 2 കിലോമീറ്റർ പിക്കപ്പും 1 കിലോമീറ്റർ ഡ്രോപ്പും 114 രൂപ കിട്ടി. പിന്നെ അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 190 ഒരു ട്രിപ്പ് അടിച്ചു 7 കിലോമീറ്റർ. അത് റാപ്പിഡോയിൽ NGO കോട്ടേഴ്സ്. അപ്പോൾ അതും കഴിഞ്ഞിപ്പോൾ നിൽക്കുകയാണ്.
അപ്പൊ ഇന്നിപ്പോ ഓടിയത് ഇനിയിപ്പോ ഏതായാലും റൂമിന്റെ അടുത്താണ് ഇപ്പോ എൻജോയ് കോട്ടേഴ്സിന്റെ ഇവിടുന്ന് ഒരു 900-700 മീറ്റർ ഉള്ളൂ. അപ്പൊ ഇനി റൂമിൽ പോലെ പരിപാടിയിലാണ്. അപ്പൊ ഇന്ന് എത്ര ഏൺ ചെയ്ത് നോക്കാം. നമ്മള് റാപ്പിഡോയില് 802 രൂപക്ക് ഓടി. നമുക്ക് നാളെ ഒരു 200 രൂപക്കും കൂടി ഓടാം 1000 രൂപയിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ റീചാർജ് ചെയ്യാം. അപ്പൊ ഇന്ന് 802 രൂപ പ്ലസ് യാത്രയിൽ എത്ര 153 പ്ലസ് പിന്നെ ഊബർ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് 2005 2960 രൂപയാണ് ഇന്നത്തെ ഏണിങ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെ CNG അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇനി 7 കട്ടിയമ്പാടുണ്ട്. 37 കിലോമീറ്ററാണ് നമ്മൾ അതിൽ ഓടിയത്. ഇന്ന് നമ്മൾ ടോട്ടലി 2900 റുപ്യക്ക് ഓടാൻ വേണ്ടിയിട്ട് എടുത്തത് 177 കിലോമീറ്ററാണ്. 200 കിലോമീറ്റർ എടുത്തിട്ടില്ല. 2960 ആയിട്ടുണ്ട്. അത് ഈ റാപ്പിഡോയിലൊക്കെ ട്രിപ്പ് അടിച്ചിട്ടാണ് നമുക്ക് 200 കിലോമീറ്റർ ആവാണ്ട് തന്നെ എത്ര രൂപക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. റാപ്പിഡോ അത്യാവശ്യം റേറ്റ് തരുന്നതുകൊണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ കാണാം.